രാഹുൽ ഗാന്ധി പൂർണ്ണമായും സത്യസന്ധനായ ജനുവിനായ ഒരു മനുഷ്യനാണ്. കൊല്ലാനും ജയിക്കാനും മാത്രമറിയുന്ന സംഹാരരുദ്ര നരേന്ദ്രന്മാരുടെ ലോകത്ത് വിനീതമായൊരാദർശത്തിനായി പത്മവ്യൂഹത്തിനുള്ളിൽ നിന്ന് വീറോടെ പൊരുതിയ ഒറ്റയാൾ പോരാളിയായി ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ യുദ്ധം ജയിച്ചാലും പടക്കളത്തിൽ പാതി വഴിയിൽ വീണുപോയാലും അതിൽ മാറ്റമുണ്ടാവില്ല. റിസാല KC ഷൈജൽ എഴുതുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സ്വരം. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി 2 വർഷം പൂർത്തിയായിരിക്കുന്നു. 2024 ജൂൺ 9 അന്ന് 54 വയസ്സ് പ്രായമുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് ഇന്ത്യയുടെ 16ാമത്തെ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റെടുത്തത്. ജൂൺ അദ്ദേഹത്തിന് പണ്ടേ പ്രിയപ്പെട്ട മാസമാണ്. 1970 ജൂൺ 19 രാഹുലിൻ്റെ ജനനം. 2014 മുതൽ ഇങ്ങോട്ടുള്ള തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയും അദൃശ്യമായ അധികാര രാഷ്ട്രീയത്തിൻ്റെയും കരുത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏകഛത്രാധിപതിയായി വിരാജിക്കുന്ന നരേന്ദ്രമോദിയാണ് കളിക്കളത്തിൻ്റെ മറുവശത്ത് പടനയിക്കുന്നത്. ഒട്ടും ചെറുതല്ല, മറിച്ച് വളരെ വലിയൊരു യുദ്ധത്തിലാണ് നിരന്തരം തോൽപ്പിക്കപ്പെടുന്നൊരു പ്രതിപക്ഷ മുന്നണിയുടെ സേനാ നായകനായി രാഹുൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ പദവിയുടെയും അതിൽ അദ്ദേഹം 2 വർഷം പൂർത്തിയാക്കുന്നു എന്ന വാർത്തയുടെയും പ്രാഥമിക പ്രാധാന്യം ദർശിക്കേണ്ടത് ഈ ഒരു യാഥാർത്ഥ്യത്തിലാവണം. അതായത് രാഹുൽ എത്ര ഗോൾ സ്കോർ ചെയ്തു, രാഹുലിൻ്റെ വലയിൽ എത്ര ഗോളുകൾ പതിച്ചു എന്നീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെക്കാളും പ്രധാനമാണ് ദേഹം മുഴുവൻ മുറിവേറ്റിട്ടും ഇത്രമേൽ വീര്യത്തോടെ ആ ധീര സൈനികൻ മൈതാന മധ്യത്ത് പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത. ആധുനിക ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും പ്രബലനായ പ്രധാനമന്ത്രിയാണ് രാഹുലിൻ്റെ ഒരേ ഒരു എതിരാളിയായ നരേന്ദ്രമോദി. താഴ്ന്ന വരുമാനം മാത്രമുണ്ടായിരുന്ന ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ഗുജറാത്തിലെ വാദ്നഗറിൽ 1950 സെപ്റ്റംബർ 17 മോഡിയുടെ ജനനം. മാതാപിതാക്കളും 5 സഹോദരങ്ങളുമൊത്ത് ഒരൊറ്റ മുറി വീട്ടിലാണ് മോഡി വളർന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദാമോദർ ദാസ് മുൽചന്ദ് മോഡി റോഡരികിൽ ഒരു ചെറിയ ചായക്കട നടത്തിപ്പുകാരനായിരുന്നു. അമ്മ ഹിരാബൽ മോഡി ചില സമ്പന്ന ഗൃഹങ്ങളിൽ വീട്ടുവേലക്കാരിയായി ജോലി ചെയ്തിരുന്നു. മറ്റു പിന്നാക്ക വിഭാഗത്തിൽ OBC പെടുന്ന മോഡ് ഗാഞ്ചി സമുദായത്തിൽ പെട്ടവരായിരുന്നു മോഡിയുടെ കുടുംബം പോറ്റാൻ അച്ഛനെ സഹായിക്കുന്നതിനായി മോഡി കുട്ടിക്കാലത്ത് പിതാവിൻ്റെ ചായക്കടയിൽ ജോലി ചെയ്തിരുന്നു. മറുവശത്ത് രാഹുലിനോളം പ്രിവിലേജ്ഡായി പിറന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് സൗത്ത് ഏഷ്യയിൽ ഉണ്ടാകില്ല. ഇന്ത്യൻ രാഷ്ട്രീയം സംഭാവന ചെയ്ത യഥാർത്ഥ വിശ്വഗുരുവും രാഷ്ട്രശില്പിയും രാജ്യത്തിൻ്റെ ആദ്യത്തെയും എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിയുമായ പൂർണ്ണ സെക്യുലറും സോഷ്യലിസ്റ്റുമാണെങ്കിലും ജന്മനാ ബ്രാഹ്മണനും സാമ്പത്തികമായി ധനികനുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രപൗത്രനും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉരുക്ക് വനിതയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ പൗത്രൻ, ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ പുത്രൻ. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുക എന്നൊക്കെ പറയുന്നതിന് രാഹുലിനോളം വരേണ്യമായ പശ്ചാത്തലത്തിൽ മറ്റൊരു ഉദാഹരണം ലോകത്ത് തന്നെ അധികം കാണിക്കാൻ കഴിയില്ല. സ്വന്തം വീട്ടിനുള്ളിലെ ഹോം സ്കൂളിലും സെയിൻറ്റ് കൊളംബസ് ബോയ്സ് സ്കൂളിലും ഇന്ത്യയിലെ നമ്പർ 1 സ്കൂളായ ഡൂൺ ബോയ്സ് സ്കൂളിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആർട്സ് കോളേജായ സെയിൻറ്റ് സ്റ്റീഫൻസിലും ലോകത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളായ ഹാർവാർഡിലും കാംബ്രിഡ്ജിലുമായി കിൻഡർഗാർട്ടൻ മുതൽ MPhil വരെയുള്ള പഠനം പൂർത്തിയാക്കിയ ശേഷം ലോകത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ സർവീസ് നെറ്റ്വർക്കായ
ഡെലോയിറ്റിൻ്റെ ഭാഗമായ മൾട്ടിനാഷണൽ സ്ട്രാറ്റജി കൺസൾട്ടിംഗ് കമ്പനി മോണിറ്റർ ഗ്രൂപ്പിൽ ജോലി ചെയ്തുകൊണ്ടാണ് രാഹുൽ തൻ്റെ കരിയർ ആരംഭിച്ചത്. മാനേജ്മെൻറ്റ് പഠനത്തിലെ സ്ട്രാറ്റജിക് ഫീൽഡിലെ പിതാവായി ആദരിക്കപ്പെടുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനശേഷിയുള്ള മാനേജ്മെൻറ്റ് വിദഗ്ധരിലൊരാളും ഹാർവാർഡ് ബിസിനസ് സ്കൂൾ പ്രൊഫസറുമായ മൈക്കൽ യൂജിൻ പോർട്ടർ ആണ് മോണിറ്ററിൻ്റെ സ്ഥാപകൻ. തൻ്റെ 14-ാം വയസ്സിൽ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും 21-ാം വയസ്സിൽ അച്ഛൻ രാജീവ് ഗാന്ധിയും യഥാക്രമം സിഖ്, തമിഴ് തീവ്രവാദികളാൽ അസാസിനേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ രാഷ്ട്രീയ കൊലപാതകം, കടുത്ത മാനസികാഘാതവും സുരക്ഷാ ആശങ്കയും സ്വകാര്യതാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് വേണമായിരുന്നു രാഹുലിന് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എന്ന് പ്രത്യേകം ഓർക്കുക. 2004 മാർച്ചിൽ തൻ്റെ 34-ാം വയസ്സിലാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ചത്. ആ വർഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യം പിതാവും പിന്നീട് മാതാവ് സോണിയാഗാന്ധിയും ഭദ്രമായി സൂക്ഷിച്ചു പോന്ന അമേഠി UP ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ മത്സരിച്ച് വിജയിച്ചു. കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 8 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം UPA മുന്നണിയായി മത്സരിച്ച് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നതിനപ്പുറം അക്കാലത്ത് രാഹുൽ യാതൊരു ഔദ്യോഗിക സ്ഥാനവും വഹിക്കുകയുണ്ടായില്ല. 2007 സെപ്റ്റംബർ 24-ന് യൂത്ത് കോൺഗ്രസിൻ്റെയും NSUവിൻ്റെയും ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. സോണിയാഗാന്ധി ആയിരുന്നു അന്ന് കോൺഗ്രസ് പ്രസിഡന്റ്. രാഹുലിൻ്റെ കടന്നുവരവ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് നവോർജം പകർന്നു. യൂത്ത് കോൺഗ്രസ് അംഗസംഖ്യ 2 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി കുതിച്ചുയർന്നു. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുടനീളം 22 സംസ്ഥാനങ്ങളിലെ 107 മണ്ഡലങ്ങളിൽ രാഹുൽ പ്രചരണത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ് അധികാരം നിലനിർത്തുകയും ചെയ്തു. പക്ഷേ 2014 തിരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ പാടെ മാറിമറിയുകയുണ്ടായത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഹുൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപാധ്യക്ഷനായി നിയമിതനായി. ഫലത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ മുഖ്യ സാരഥിയായി രാഹുൽ മാറി. അമേഠിയിൽ അദ്ദേഹത്തിന് 3ാമതും വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമാണ് 2014 ഇലക്ഷനിൽ കാഴ്ചവെച്ചത്. കോൺഗ്രസ് വെറും 44 സീറ്റ് ഒതുങ്ങിയപ്പോൾ നരേന്ദ്രമോദി പ്രഭാവത്തിനും BJP NDAയുടെ ദീർഘകാല ഭരണത്തിനുമാണ് പ്രസ്തുത തെരഞ്ഞെടുപ്പ് നാന്ദി കുറിച്ചത്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധി 2014-18 കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേട്ട റഫാൽ യുദ്ധവിമാന ഇറക്കുമതി അഴിമതി ആരോപണങ്ങൾക്ക് തീ പിടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രചാരണം അഴിച്ചുവിട്ടെങ്കിലും അമേഠിയിൽ സ്വയം പരാജയപ്പെടുകയും മോഡി അധികാരം നിലനിർത്തുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയായത്. കോൺഗ്രസിന് അത്തവണ ആകെ കിട്ടിയത് 52 സീറ്റായിരുന്നു. പക്ഷേ രാഹുലിനെയും കേരള രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവ് ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു. അമേഠിയിൽ പരാജയപ്പെട്ടെങ്കിലും കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചു. 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ നടത്തിയ 2 വലിയ ദേശീയ പദയാത്രകളായിരുന്നു ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും. ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നാണ് ഭാരത് ജോഡോ എന്ന പേരിൻ്റെ വിവക്ഷ. നീതിക്ക് വേണ്ടി ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്ന് ന്യായ് യാത്രയും അർത്ഥമാക്കുന്നു. 2022 സെപ്റ്റംബർ 30-ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് 23 ജനുവരിയിൽ കാശ്മീരിൽ പര്യവസാനിച്ച
ആദ്യ ദക്ഷിണ ഉത്തര യാത്രയിൽ 150ഓളം ദിവസം കൊണ്ട് 4000-ൽ പരം കിലോമീറ്റർ ദൂരമാണ് രാഹുൽ നടന്നു കയറിയത്. രണ്ടാം ജോഡോ യാത്രയിൽ 2024 ജനുവരി മാർച്ച് മണിപ്പൂർ മുതൽ മുംബൈ വരെയുള്ള പൂർവ്വ പശ്ചിമ ഇന്ത്യയിലൂടെ നടന്നും ബസ്സിൽ സഞ്ചരിച്ചുമാണ് രാഹുൽ തൻ്റെ തുയിലുണർത്തു പാട്ടുമായി കടന്നുപോയത്. രാഹുലിന് ഒന്നിനും കൊള്ളാത്ത, പക്വതയില്ലാത്ത കുടുംബവാഴ്ച രാഷ്ട്രീയക്കാരനെന്ന മുദ്രകുത്തി. അമുൽ ബേബി, യുവരാജാവ്, പപ്പു എന്നിങ്ങനെയുള്ള വ്യക്തിയധിക്ഷേപ വിശേഷണങ്ങളിൽ കുടുക്കിയിട്ടുകൊണ്ടായിരുന്നു അക്കാലം വരെ BJP നേതൃത്വം മുന്നോട്ടു പോയതെങ്കിൽ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയുന്ന ഉഷിരുള്ള പോരാളിയും ഉന്നത ശീർഷനായ നേതാവുമായി ഭാരത് ജോഡോ ന്യായ് യാത്രകൾ രാഹുലിൻ്റെ വ്യക്തിമുദ്രക്ക് തിളക്കം പകർന്നു. മികച്ച പോരാട്ടത്തിനു ശേഷമാണ് 2024 മൂന്നാമതും ഇന്ദ്രപ്രസ്ഥം രാഹുൽ മോഡിക്ക് വിട്ടു നൽകിയത്. വയനാട് മണ്ഡലം സഹോദരി പ്രിയങ്ക വാദ്രയ്ക്ക് കൈമാറിയ രാഹുൽ മുത്തശ്ശിയുടെയും അമ്മയുടെയും മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശക്തമായ ശംഖുലി മുഴക്കി. 99 സീറ്റുകളുമായി 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഔദ്യോഗിക പ്രതിപക്ഷ പദം ലഭിച്ചു. രാഹുൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് സാങ്കേതികമായി 2 വർഷത്തെ പ്രൊഫൈലാണുള്ളതെങ്കിലും രാഹുൽ എന്ന രാഷ്ട്രീയ പോരാളി അനവധി വർഷങ്ങളുടെ പൊളിറ്റിക്കൽ ആൽക്കമിയിലൂടെ കടന്നുവന്നാണ് ലോകം ശ്രദ്ധിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായി ഉരുവപ്പെട്ടതെന്നാണ് മുകളിൽ പറയാൻ ശ്രമിച്ചത്. ചരിത്രപരമായ ധീരസമരത്തിൻ്റെ ഉത്തുംഗത തീർച്ചയായും പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്കുള്ള രാഹുലിൻ്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ദർശിക്കാൻ സാധിക്കും. രാജാവ് നഗ്നൻ മാത്രമല്ലെന്ന്, ചൗക്കീദാർ ചോർ ഹേ, കാവൽക്കാരനല്ല കള്ള നാണയാൾ എന്ന മുദ്രാവാക്യത്തിലൂടെ രാജ്യത്തോട് വിളിച്ചു പറയാൻ 5 വർഷം മുമ്പ് തന്നെ രാഹുൽ സധൈര്യം സന്നദ്ധനായെങ്കിലും ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ജനത അന്ന് പൂർണ്ണ സജ്ജമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യവും വിശ്വസനീയവുമായ തെളിവുകൾ ഉയർത്തി ഈ രാജ്യം അങ്ങനെ തന്നെ മോഷ്ടിക്കപ്പെടുകയാണെന്ന് വോട്ട് ചോരി അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ നടുക്കത്തോടെയാണ് ഇന്ത്യൻ ജനാധിപത്യം ആ വാക്കുകൾ ശ്രവിച്ചത്. ജാതി സെൻസസിനു വേണ്ടി അദ്ദേഹം ഉയർത്തിയ വാക്കുകളാണ് ഒടുവിൽ രാജ്യത്തിപ്പോൾ നടപ്പാക്കപ്പെടുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിൽ കോഡുകൾ, നീറ്റടക്കമുള്ള പരീക്ഷകളുടെ തകർച്ച, ഭരണഘടനയുടെ സംരക്ഷണം, മാധ്യമ സ്വാതന്ത്ര്യം, SIRന്റെ പേരിൽ നടത്തുന്ന വോട്ട് നിഷേധം, വിദേശ നയത്തിലെ ദയനീയ പരാജയം എന്ന് തുടങ്ങി ആൻഡമാനിലെ സസ്യജൈവ വൈവിധ്യത്തിൻ്റെ ജീവശ്വാസം വരെ ഇന്ത്യയുടെ നിലവിളി ഉയരുന്ന വിവിധ വിഷയങ്ങളിൽ രാഹുലിൻ്റെ ശബ്ദമാണ് ഇന്ന് ലോകം തിരിയുന്നത്. അതുകൊണ്ടാണ് 2023 രാഹുലിൻ്റെ ലോക്സഭാംഗത്വം റദ്ദാക്കാനും അദ്ദേഹത്തെ തടവിലിടാനും നീതിവിരുദ്ധമായൊരു നീക്കം നടന്നപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും സാരവത്തായ മൂല്യങ്ങളുടെ ആഴത്തിലുള്ള ഒറ്റുകൊടുക്കലാണെന്നത് ഇന്ന് US ചൂണ്ടിക്കാട്ടിയത്. ശക്തവും കൃത്യവുമാണെങ്കിലും പലപ്പോഴും എപ്പിസോഡിക്കായി മാറുന്ന രാഹുലിൻ്റെ ഇടപെടലുകൾ എന്നും പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ്റെ തുടർച്ചയും സുസ്ഥിരതയും അതിന് ലഭ്യമാക്കുന്നില്ലെന്നും വിമർശനങ്ങളുണ്ട്. അപ്പോഴും ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വരം തെരുവിൽ നിന്നാണെങ്കിൽ പോലും ഏറ്റെടുക്കുകയും പാർലമെൻറ്റിൻ്റെ അകത്തളത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രം പ്രതീക്ഷയുടെ വെളിച്ചം അതിൽ ദർശിക്കുന്നു. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിജയത്തോടെ ദില്ലിയിൽ അധികാരം പിടിച്ച നരേന്ദ്രമോദിക്കും BJPക്കും പിന്നീടൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്തുമാത്രമല്ല, കോർപ്പറേറ്റ് ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെയും
തീവ്ര വലതുപക്ഷ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെയും ഭൂമികയിൽ പ്രതിപക്ഷത്തെ ശിഥിലമാക്കിയും മാധ്യമങ്ങളെ നിർവീര്യമാക്കിയും ഭരണഘടന സ്ഥാപനങ്ങൾ നിർലജ്ജം കൈയടക്കിയും രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ അവർ സമഗ്രാധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു. ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വലുതെന്ന് അഭിമാനിക്കാവുന്ന ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ഘടനയും ഫെഡറൽ സിസ്റ്റവും സ്വതന്ത്ര നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയും വിധ്വംസിതമാകുന്ന അങ്ങേയറ്റം അപായപൂർണമായ ഒരു ചരിത്ര ഘട്ടത്തിലൂടെ രാജ്യം കടന്നുപോകുമ്പോൾ ഭാവി ചരിത്രം വലിയ ശക്തിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോട് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനോട് കൂടിയായിരിക്കും. ഏതായാലും ഒരു കാര്യം സംശയരഹിതമായി ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. നാടിൻ്റെ കനക ചരിത്രം കത്തിയെരിയുമ്പോൾ മയിലുകൾക്ക് തീറ്റ കൊടുക്കുകയോ വീണ വായിക്കുകയോ ആയിരുന്നില്ല രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് അനവധി പരിമിതികളുണ്ടാകാം. മനുഷ്യരെ ജീവനോടെ കത്തിക്കുവാനോ വിദ്വേഷം വിളമ്പി വോട്ട് കൊയ്യുവാനോ അദ്ദേഹം പ്രാപ്തനല്ല. നട്ടാൽ മുളക്കാത്ത നുണകളിലൂടെ സ്വന്തം അനുയായി വൃന്ദത്തെപ്പോലും വിഡ്ഢികളാക്കുന്ന മിടുക്ക് അദ്ദേഹത്തിനില്ല. വെറുപ്പിൻ്റെയും ഹത്യയുടെയും ഒരു പ്രത്യയശാസ്ത്രവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഇതിനേക്കാളൊക്കെ രാഹുൽ ദുർബലനാകുന്നത് മറ്റൊരു പരിമിതിയിലാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പൂർണ്ണമായും സത്യസന്ധനായ ജനുവിനായ ഒരു മനുഷ്യനാണ്. കൊല്ലാനും ജയിക്കാനും മാത്രമറിയുന്ന സംഹാരരുദ്ര നരേന്ദ്രന്മാരുടെ ലോകത്ത് വിനീതമായ ഒരാദർശത്തിനായി പത്മവ്യൂഹത്തിനുള്ളിൽ നിന്ന് വീറോടെ പൊരുതിയ ഒറ്റയാൾ പോരാളിയായി ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ യുദ്ധം ജയിച്ചാലും പടക്കളത്തിൽ പാതി വഴിയിൽ വീണുപോയാലും അതിൽ മാറ്റമുണ്ടാവില്ല.